നിങ്ങൾ 5000 രൂപ എന്ന എക്സ്ട്രീം ബഡ്ജറ്റിലാണെങ്കിൽ റെഡ്മി 7A ഈ ബിഗ് ബില്യൺ ഡേയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മേടിക്കാൻ കഴിയുന്ന ഒരു നല്ല സ്മാർട്ട് ഫോണാണ്. ഈ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോൺ 5000 രൂപയ്ക്ക് നല്ലൊരു വാല്യൂ ഫോർ മണി ആയിരിക്കുന്നതിൻ്റെ 5 കാരണങ്ങൾ മനസ്സിലാവും. ഇത് നിങ്ങളുടെ സ്വന്തം സുഹൃത്ത് ഹാരിസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് എഡ്യൂ. ഈ ഡിവൈസ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. ഇത് ആമസോണിലും me.com-ലും ഇതേ 5000 രൂപയ്ക്ക് അവൈലബിൾ ആണ്. 2GB 16GB വേരിയൻ്റാണ് 5000 രൂപയ്ക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. അൺബോക്സിങ്ങിലേക്ക് പോവാം. റെഡ്മി 7Aയുടെ ബോക്സ് ബാക്കി റെഡ്മി ഡിവൈസുകളിൽ നിന്നും അല്പം മാറ്റമുണ്ട്. 2 വർഷത്തെ വാറണ്ടി ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം അവിടെ നോട്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു ടോട്ടൽ ഡിസൈൻ മേക്ക് ഓവറിലും നമുക്കൊരു ചേഞ്ച് കാണാനുണ്ട്. റെഡ്മി 7A എന്നൊക്കെ സൈഡിൽ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പുറകുവശത്ത് ഇതിൻ്റെ കീ സ്പെസിഫിക്കേഷൻസ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 439 എന്ന പ്രൊസസ്സറും 5.45 ഇഞ്ച് ഡിസ്പ്ലേയെക്കുറിച്ചും ക്യാമറയെക്കുറിച്ചും എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഡിവൈസിൻ്റെ MRP വില 7000 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്രയൊന്നും കൊടുക്കാതെ തന്നെ ഇപ്പോൾ റെഡ്മി 7Aയുടെ ഏത് വേരിയൻ്റ് വേണമെങ്കിലും മേടിക്കാൻ കഴിയും. അതിനുള്ള ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ദയവ് ചെയ്ത് അത് ഉപയോഗിച്ച് മേടിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോകാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയ പെട്ടി അതിനകത്തുണ്ട്. ആസ് യൂഷ്വൽ നമ്മൾ അതിനകത്ത് ലീഫ്ലെറ്റ്സാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു കേസോ കവറോ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം റെഡ്മി ഗോയിലോ റെഡ്മി 6Aയിലോ ഒന്നും അങ്ങനെ കേസോ കവറോ ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ലീഫ്ലെറ്റ്സ് മാത്രമാണുള്ളത്. അത് തന്നെ നമുക്ക് ഇവിടെയും ലഭിക്കുന്നു. ഇതിനുശേഷം നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ സിം ഇജക്ടർ പിന്നാണ്. അത്രമാത്രം ആ ബോക്സിനുള്ളിൽ. ഇനി നമുക്ക് ഡിവൈസിലോട്ട് തന്നെ പോകാം. ആ പ്ലാസ്റ്റിക് കവർ അങ്ങ് വരുമ്പോൾ ഫസ്റ്റ് ഞാൻ ശ്രദ്ധിച്ചൊരു സംഗതിയുണ്ട്. അതിൻ്റെ ഒരു ഓവറോൾ ബോഡിയുടെ ഒരു തിക്നെസ് അത് അല്പം സ്റ്റിഫാണ്. കാരണം 4000 mAh ബാറ്ററി അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഫോണിന് അത്രമാത്രം സൈസും പറയാനില്ല. അതുകൊണ്ട് ചെറുതായിട്ട് അതിനൊരു തിക്നെസ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ കയ്യിൽ തീർച്ചയായിട്ടും അത് ഹോൾഡ് ചെയ്യാൻ നമുക്ക് കഴിയും. അതിനകത്ത് ബുദ്ധിമുട്ടില്ല. ഇനി ബാക്കി കണ്ടൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ചാർജർ ലഭിക്കുന്നുണ്ട്. ഈ ഡിവൈസിൻ്റെ ബോക്സിൽ വരുന്നത് ഒരു 5W 1A ചാർജറാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഡിവൈസ് 5W 2A ചാർജർ സപ്പോർട്ട് ചെയ്യും, പക്ഷേ ബോക്സിൽ അത് വരുന്നില്ല. അതിനുശേഷം നമുക്ക് ലഭിക്കുന്നത് ഒരു മൈക്രോ USB കേബിളാണ്. ടൈപ്പ് സിയോ അതുപോലുള്ള കാര്യങ്ങളൊന്നുമില്ല. റെഡ്മി 8Aക്ക് അങ്ങനെ ഒരു ഫീച്ചറുണ്ട്. അതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. എൻ്റെ എല്ലാ അൺബോക്സിങ് വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ ആ പുറകിലത്തെ ആ സ്ലിപ്പ് അത് കളയാതെ വെക്കുക. IMEI നമ്പറൊക്കെ ഉള്ള ആ സ്ലിപ്പ് ഇനി വാറൻറ്റിയൊക്കെ ക്ലെയിം ചെയ്യാൻ നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. ഡിവൈസ് അനാലിസിസിലോട്ട് പോകുന്നതിന് മുമ്പ് സിം സ്ലോട്ടിലുള്ള ആ റെഡ് സീല് കണ്ടോ? അതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ P2I സ്പ്ലാഷ് റെസിസ്റ്റൻസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു വാട്ടർ സീലിംഗ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ബിൽഡ് ക്വാളിറ്റി നമുക്കിവിടെ പ്രതീക്ഷിക്കാൻ കഴിയും. ഇനി നമുക്ക് ഡിവൈസ് അനാലിസിസിലോട്ട് പോകാം. 4 മേഖലകൾ നോക്കാം. ബിൽഡ് ആൻഡ് ഡിസൈൻ, ക്യാമറ, ഡിസ്പ്ലേ ആൻഡ് മൾട്ടിമീഡിയ, കീ സ്പെക്. ഈ കാര്യങ്ങളിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 5000 രൂപയ്ക്ക് ഇത് നല്ലൊരു ഡിവൈസാണെന്ന് മനസ്സിലാകും. ആദ്യമേ ബിൽഡ് ആൻഡ് ഡിസൈൻ. ബിൽഡ് ആൻഡ് ഡിസൈൻ്റെ കാര്യത്തിൽ വളരെ നല്ലൊരു ഡിവൈസ് തന്നെയാണ് റെഡ്മി 7A. ഒരു യൂണിഫോം ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ ഉണ്ട്. ക്യാമറ ബമ്പ് ഇല്ല. അതുപോലെ തന്നെ റെഡ്മിയുടെ പുതിയൊരു ഡിസൈൻ ലാംഗ്വേജ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അല്പം പ്രായമായവർക്കൊക്കെ ഒത്തിരി ഗ്ലോസി ആയിട്ടുള്ള ഫോണുകൾ ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ളവർക്കും ഈ ഫോൺ പക്കയാണ്. കാരണം മാറ്റ് ഫിനിഷാണ് ഈ ഡിവൈസിൻ്റെ എല്ലാ വേരിയൻറ്റുകൾക്കും ഉള്ളത്. അതുകൊണ്ട് ഓവറോൾ ഡിസൈൻ്റെ കാര്യത്തിൽ ഒരു കംപ്ലൈൻറ്റും ഇല്ല. പക്ഷേ അല്പം കൂടെ ആ തിക്നെസ് കുറയ്ക്കാമായിരുന്നു. റെഡ്മി 7Aക്ക് 5.45 ഇഞ്ച് HD+ ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. മുകളിലും താഴെയും ബെസൽസ് ഉണ്ടെങ്കിലും ഈ ഡിവൈസിനുള്ള ഡിസ്പ്ലേ ഈ ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഏറ്റവും ബെസ്റ്റ് ആണെന്ന് തന്നെ പറയാൻ കഴിയും. അത്രയാണ് ഈ ഡിവൈസിൻ്റെ ഓവറോൾ ഡിസൈൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. പക്ഷേ ബിൽഡിൻ്റെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയുണ്ട്. സ്പ്ലാഷ് പ്രൊട്ടക്ഷനായിട്ട് ഒത്തിരി മെഷേഴ്സ് റെഡ്മി ഇവിടെ എടുത്തിട്ടുണ്ട്. ആ ഇയർഫോൺ പോർട്ടിലോട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അവിടെയും വാട്ടർ സീലിംഗ് കാണാൻ കഴിയും. ഇനി ഫോണിൻ്റെ മുകൾ ഭാഗത്ത് ഇയർഫോൺ പോർട്ട്, ഒരു സെക്കൻഡറി മൈക്ക്, ഇത്രയും കാര്യങ്ങളാണുള്ളത്. അതുപോലെ തന്നെ താഴെ ഭാഗത്ത് മൈക്രോ USB പോർട്ട്, സ്പീക്കർ, മൈക്ക് എന്നിവ നൽകിയിരിക്കുന്നു. റെഡ്മി 7Aയുടെ ഇടതുവശത്ത് സിം സ്ലോട്ട് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ക്ലീനാണ്. വലതുവശത്ത് പവർ ബട്ടണും വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണും ഉണ്ട്. അതുപോലെ ഈ ഡിവൈസിലുള്ള ബട്ടൺസിൻ്റെ റെസ്പോൺസ് വളരെ നല്ലതായിരുന്നു. പ്ലാസ്റ്റിക് ബിൽഡ് ആണെങ്കിൽ പോലും റെസ്പോൺസിൻ്റെയും ഫീഡ്ബാക്കിൻ്റെയും കാര്യത്തിൽ ഒരു കോംപ്രമൈസ് എനിക്ക് ഒരു തവണ പോലും ഫീൽ ചെയ്തില്ല. നല്ല ഫീഡ്ബാക്ക് ഉണ്ട്. ഓവറോൾ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലും ഡിസൈൻ്റെ കാര്യത്തിലും നിങ്ങൾ കൊടുക്കുന്ന 5000 രൂപയ്ക്ക് കൃത്യമായ മുതൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ക്യാമറാസ് എങ്ങനെ ഉണ്ടായിരുന്നത് പറയാം.
ക്യാമറാസിൻ്റെ കാര്യത്തിൽ റെഡ്മി 7A ഇതിൻ്റെ പ്രീവിയസ് ജനറേഷനുകളിൽ നിന്നും ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. 12 മെഗാ പിക്സൽ IMX486 എന്ന പ്രൈമറി സെൻസറാണ് ഈ ഡിവൈസിനുള്ളത്. 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറ നൽകിയിട്ടുണ്ട്. വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്പെക്കാണ്. അതുപോലെ തന്നെ കംപ്ലീറ്റ് ഫീച്ചർ പാക്ഡ് ആയിട്ടുള്ള, അതായത് പ്രോ മോഡ് വരെയുള്ള ഒരു ക്യാമറ ആപ്പും ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അതിനകത്തും റെഡ്മി ഒരു കോംപ്രമൈസിന് പോയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ പോസിറ്റീവ്സാണ്. റിയൽമി C2 ഇപ്പോഴും ഇതിന് സ്റ്റിഫായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ഉയർത്തുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് അത് വളരെ പെക്യുലറാണ്. കാരണം 5000 രൂപ പ്രൈസ് റേഞ്ചിലേക്ക് റിയൽമിയുടെ ഒരു ഡിവൈസും ഇല്ല. റെഡ്മി 7Aയുടെ ക്യാമറ പെർഫോമൻസിൻ്റെ ഒരു ചെറിയ മെഷർ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ ഇമേജുകളിലോട്ടൊന്ന് കണ്ണോടിച്ചാൽ മതി. അതിനകത്തുള്ള ഡീറ്റെയിലിംഗ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒരു 5000 രൂപ ഡിവൈസ് എടുത്ത പിക്ചേഴ്സാണ് ഇതെല്ലാം. തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, ക്യാമറാസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും ഒരു കോംപ്രമൈസിലോട്ടല്ല പോകുന്നത്. കൂടുതൽ വിവരങ്ങൾ, ഒരു കംപ്ലീറ്റ് ക്യാമറ റിവ്യൂ ഉടനെ വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. ഇനി ഈ ഡിവൈസിൻ്റെ ഡിസ്പ്ലേയും അതുപോലെ തന്നെ മൾട്ടിമീഡിയ പെർഫോമൻസും എങ്ങനെയുണ്ടെന്ന് പറയാം. റെഡ്മി 7Aയുടെ ഡിസ്പ്ലേ 720p വരെയുള്ള കണ്ടൻസ് സപ്പോർട്ട് ചെയ്യും. ഇതിന് 5.45 ഇഞ്ച് HD+ ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. 18:9 ആസ്പെക്ട് റേഷ്യോയിലുള്ളത്. അതുപോലെ തന്നെ ഈ ഡിവൈസിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് ഇതിന് TUV റെയിൻലാൻഡ് സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതായത് രാത്രിയിലൊക്കെ കണ്ണിന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവില്ലെന്നൊക്കെയാണ് പറയുന്നത്. വാട്ടെവർ ഓവറോൾ ഡിസ്പ്ലേ ക്വാളിറ്റിയുടെ കാര്യത്തിൽ സാറ്റിസ്ഫാക്ടറി എന്ന് പറയാം, പ്രത്യേകിച്ച് ഈ ബഡ്ജറ്റിൽ. ഇനി സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ട്? റെഡ്മി 7Aയുടെ ഓഡിയോ ഔട്ട്പുട്ട് സ്പീക്കറിൽ കൂടെയും അതുപോലെ തന്നെ ഇയർഫോൺ പ്ലഗിലൂടെയുമുള്ള ഔട്ട്പുട്ട് എബവ് ആവറേജ് എന്ന് പറയാം. കാരണം ഈ ബഡ്ജറ്റിലുള്ള മറ്റ് ഡിവൈസുകളുമായിട്ടൊന്ന് തുലനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും റെഡ്മി 7Aയുടെ ഓഡിയോ ഔട്ട്പുട്ട് എബവ് ആവറേജ് തന്നെയാണ്. റെഡ്മി 7Aയുടെ സ്പീക്കർ പെർഫോമൻസ് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ സ്പീക്കറിൽ നിന്ന് വരുന്ന ഒരു ഔട്ട്പുട്ടിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഇപ്പോൾ ഞാൻ പ്ലേ ചെയ്യാം. നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാൻ കഴിയും എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട്, അതിൻ്റെ ഒരു ക്വാളിറ്റി എന്നുള്ളത്. എനിക്കത് സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇനി ഈ ഡിവൈസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പെക്കുകൾ എന്തൊക്കെയാണെന്ന് പറയാം. ഈ ഡിവൈസിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം ആദ്യമേ പറയാം. Android 9 Pie ബേസ് ചെയ്തിട്ടുള്ള MIUI വേർഷൻ 10 ആണ് ഈ ഡിവൈസിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്ഡേറ്റുകളൊക്കെ റെഗുലറായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതിനകത്ത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവേണ്ടതില്ല. അതുപോലെ തന്നെ ഈ ഡിവൈസിൽ 32 GB ഏകദേശം 22 GB ഇപ്പോൾ തന്നെ ഫ്രീ ആയിട്ടുണ്ട്. അതുപോലെ ഈ ഡിവൈസിന് വേണ്ട എല്ലാ സെൻസറുകളും ഉണ്ട്. സെൻസേഴ്സിൻ്റെ കാര്യത്തിൽ റെഡ്മി ഒരിക്കലും കോംപ്രമൈസ് ചെയ്യത്തില്ല. അതിവിടെയും അങ്ങനെ തന്നെയാണ്. ഇനി 2 GB RAM വേരിയൻ്റാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അതെല്ലാം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 439 എന്ന 2 GHz വർക്ക് ചെയ്യുന്ന ഒക്ടാകോർ പ്രൊസസ്സറാണ് ഈ ഡിവൈസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അഡ്രീനോ 505 എന്ന GPUവും ഈ ഡിവൈസിന് നൽകിയിട്ടുണ്ട്. ഇനി സാർ വാല്യൂസിനെ കുറിച്ച് ടെൻഷൻ അടിക്കുന്ന സുഹൃത്തുക്കൾ ഒത്തിരി പേടിക്കേണ്ട. 0.8 താഴെയാണ് ഈ ഡിവൈസിനുള്ള സാർ കോൺഫിഗറേഷൻ എല്ലാം. ഹെഡിനും അതുപോലെ തന്നെ ബോഡിക്കുമുള്ള സാർ വാല്യൂസ് എല്ലാം റെഗുലേഷനേക്കാളും വേ ബിലോ ആണ്. പക്ഷേ ഞാൻ കൺസേൺഡ് ആയിരിക്കുന്ന ഒരു നെഗറ്റീവ് ഈ ഡിവൈസിനുണ്ട്. ഒത്തിരി ബ്ലോട്ട്വെയറുകൾ വരുന്നുണ്ട്. അവയിൽ മിക്കതും നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാമെങ്കിലും ഷെയർ ചാറ്റ് പോലുള്ള ബ്ലോട്ടുകൾ അവോയ്ഡ് ചെയ്യാമായിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഓവറോൾ ഇതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ നന്നായിട്ട് സ്മൂത്തായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന നല്ലൊരു ഡിവൈസാണ് നിങ്ങൾക്ക് 5000 രൂപയ്ക്ക് ലഭിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതുപോലുള്ള ധാരാളം വീഡിയോകൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടോ ദയവ് ചെയ്ത് അത് കമൻ്റായിട്ട് മെൻഷൻ ചെയ്യാൻ മറക്കണ്ട. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ് സൈനിങ് ഓഫ്.